വ്യായാമം ചെയ്യണ ഇവനാ. കൊള്ളാളിയാ, കൊള്ളാം കൊള്ളാം കൊള്ളാം, ഗംഭീരമുണ്ട്. എടാ ഇതുപോലെയൊക്കെ ചെയ്യണം ഇടയ്ക്ക്. മറ്റേ നിന്റെ ശരീരത്തിലെ ഞരമ്പുകളൊക്കെ ഇങ്ങനെ ചുരുണ്ടിരിക്കുക മടി പിടിച്ചിട്ട്. ഇതിങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരിത്തിരി രക്തോട്ടൊക്കെ വന്നിട്ട് തലച്ചോറിലേക്ക് കയറി കഴിയുമ്പോൾ നല്ല ബുദ്ധി തെളി. ബുദ്ധി തെളിയല്ലേ? എനിക്കറിയാതെ വേണമെന്ന്. നിന്നെ പോലുള്ള കുരുട്ട് ബുദ്ധികളുടെ ഇടയിൽ ജീവിക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധി കൂടുതൽ വേണമെന്ന് എനിക്കറിയാം. എടാ നിന്നോട് നല്ലതും പറഞ്ഞൂടാ ചീത്തയും പറഞ്ഞൂടാ, നീ എന്താടാ ഇങ്ങനൊരു സാധനമായി പോയത്? എൻ്റെ അളിയാ, നിനക്ക് ഇറച്ചിയോട് ഇത്ര താല്പര്യം ഞനക്ക് ഞാൻ 2 കിലോ വാങ്ങിച്ചില്ല. നീ എന്തിനാണ് വെറുതെ എൻ്റെ ശരീരം തിന്നുന്നത്? രാവിലെ നിനക്ക് വേറെ ഒരു പണിയില്ല. എടാ ഇത് നല്ലതാണെന്ന് പറഞ്ഞല്ലേ ഞാൻ. ഇത് നല്ലതാണെന്ന് അറിയാന്നുള്ളതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ക്ലീറ്റോയിക്കൊണ്ട് കേട്ടോ. എന്നാ പിന്നെ നിർത്തിക്കോ, എന്നാ ഇനി കൂടുതൽ ചെയ്യണ്ട. ഒരു കാര്യം സ്വസ്ഥമായിട്ട് വീട്ടിൽ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ. അതെ ഇപ്രാവശ്യം ക്രിസ്മസ് എന്താ പരിപാടി? ക്രിസ്മസിന് എന്താ പരിപാടിന്ന്? ക്രിസ്മസിന്റെ പരിപാടികളൊക്കെ അതിന്റെ രീതിക്ക് അങ്ങ് നടക്കും. ഇവന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും കർത്താവ് ഇറങ്ങിയ പിന്നുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണെന്ന്. അല്ല നടക്കുന്ന നീ അങ്ങനെ ഉറപ്പിച്ച് പറയുന്നതിന് ഞാൻ പറഞ്ഞുള്ളതുകൊണ്ടല്ലേ. എന്താ ക്രിസ്മസ് എങ്ങനെ ആഘോഷിക്കണമെന്നൊരു പാലാക്കാരനോട് നീ ചോദിക്കണ്ട. ആഘോഷങ്ങൾ അതിന്റെ രീതിക്ക് നടക്കും. അതെ ആഘോഷങ്ങളൊക്കെ ഗംഭീരമായിട്ട് ഞാൻ നടത്താറുണ്ട്. ഓണവും വിഷുവും ക്രിസ്മസും ഒക്കെ ആഘോഷിക്കും. നീ ചുമ്മാ വന്ന് തിന്നങ്ങ് പോകും. അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചതാണ്. അല്ല കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് എന്തേ രണ്ടുപേരോട് ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവസാനം എല്ലാം കൂടെ എന്റെ തലയിൽ വന്നില്ലേ? എന്താ പറഞ്ഞത്? അങ്ങനെ പാ തുറന്ന 24 മണിക്കൂറും പറയാം ആങ്ങള ആങ്ങള ആങ്ങള. എടേ അവൻ ആ വിചാരം ഉണ്ടെങ്കിൽ ഇപ്പൊ അവൻ തിന്നതിന്റെ കണക്ക് പറയുമോ? എടാ നാണം ഉണ്ടോ? സ്വന്തം പെങ്ങളും അവളുടെ കുട്ടിയും നല്ലൊരു ഓണത്തിന് വന്ന് 2 പറ്റ് തിന്നതിന്റെ കണക്ക് പറയാൻ നാണം വേണോടാ നാണം. അവൻ അങ്ങനെ ഓർത്തൊന്നും പറയണ. പിന്നെന്താ അവൻ പറഞ്ഞത്? ഇപ്പൊ അവന്റെ പറച്ചിൽ കേട്ടതൊന്നും നമ്മൾ 24 മണിക്കൂർ അവന്റെ വീട്ടിൽ കയറി തിന്നോണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ തന്നെ കയ്യിൽ നിന്ന് പൈസ ഇടണം. അതെ എന്റെ പൊന്നളിയോ, ദയവ് ചെയ്ത് ഈ ക്രിസ്മസ് അളിയൻ 5 പൈസ ഇതിനു വേണ്ടി ചെലവാക്കരുത്. അയ്യോ ഈ ക്രിസ്മസ് ക്ലീറ്റോ അന്തസ്സായിട്ട് നടത്തും. പിന്നെ അവനൊരു തമാശ ചൂടാവണ. ആര് തമാശ പറഞ്ഞത്? അവൻ തമാശ ആയിരിക്കും പറഞ്ഞത്. പക്ഷെ ക്ലീറ്റോ പറഞ്ഞത് കാര്യമായിട്ടാണ്. ഈ ക്രിസ്മസ് ക്ലീറ്റോയുടെ ചെലവിൽ ആഘോഷിക്കും. ആര് നീയാ? വെറുതെ വേണ്ടാത്ത കാര്യങ്ങളെ ഏൽക്കാൻ നിൽക്കണ്ട ക്ലീറ്റസ്. നടക്കില്ലത്. ഞാൻ തന്നെ അവസാനം കയ്യിൽ നിന്ന് പൈസ വേണ്ടി വരും. മതി, ഇത് ക്രിസ്മസ് ആണ്. ഇത് ഞങ്ങളുടെ ആഘോഷം. അതിൽ നിങ്ങളെ കൂടെ ഞാൻ ക്ഷണിക്കും. അപ്പൊ വന്ന് അതിൽ നിന്ന് പങ്കു ചേർന്ന് സന്തോഷമായിട്ട് നടത്താൻ സഹായിച്ചാൽ മതി. വേറെ പൈസ എന്ന് പറഞ്ഞ ഒരു പൈസ ഇവിടെ ചെലവാക്കരുത്. ആരൊക്കെ ക്ഷണിക്കണം? ആരെ ക്ഷണിക്കണം? മാവനുണ്ട്, പിന്നെ നിന്റെ കൂട്ടുകാരൻ ബാസിൽ, പിന്നെ എന്റെ കൂട്ടുകാരൻ അൻസാർ, മറ്റേ നടരാജൻ, പാർട്ടി പ്രവർത്തകർ, നിന്റെ ഈ ഓഫീസിൽ എല്ലാരും വിളിച്ചോ? എല്ലാരും വിളിച്ചോ. അതെ പറ്റുന്ന ആളുകളെ മാത്രം വിളിച്ചാൽ മതി. 2 വീട്ടുകാരുണ്ട്, 2 വീട്ടുകാരും മതി. ബാസിലും കൂസിലും ഒന്നും വേണ്ട. ആഘോഷത്തിന്റെ രീതിക്ക് തന്നെ നടക്കും. വെറുതെ വാശിക്ക് നിൽക്കണ്ട. വെറുതെ പറഞ്ഞാ നീ തന്നെ നോക്കിയാൽ മതി. ഈ കാര്യത്തിൽ ക്ലീറ്റോയ്ക്ക് ഇച്ചിരി വാശിയുണ്ട് കേട്ടോ. ഇനി അവൻ എങ്ങാനും വല്ല പൈസ ചെലവാക്കിയിട്ട് അടുത്ത ക്രിസ്മസിന് അവൻ പറഞ്ഞു തുടങ്ങും ഞാൻ അന്ന് ചെലവാക്കില്ല. എന്തിനാ കണക്ക് കേൾക്കാൻ നിൽക്കണം നമ്മള്? മിണ്ടേണ്ടതങ്ങാം. ഇത് ക്ലീറ്റോയുടെ വാശിയാണ്. എടാ അതിനൊക്കെ പൈസ വേണ്ട. നിന്റെ കയ്യിൽ എവിടെ പൈസ? പൈസ വരും. അത് വരാനുള്ള വഴി ക്ലീറ്റോയ്ക്ക് അറിയാം. അത് ഉണ്ടാക്കുകയും ചെയ്ത് ആഘോഷിക്കുകയും ചെയ്യും കേട്ടോ. നീ അതിനെ കുറിച്ച് ആലോചിച്ച് ഇതാവണ്ട. അപ്പൊ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് നീ ആഘോഷിക്കും? ചെലവ് നിന്റെ വക? എന്റെ വക. ഈ ക്രിസ്മസ് ഗംഭീരമായിട്ട് ഇവിടെ ആഘോഷിക്കും. നിങ്ങൾക്ക് നിനക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിച്ചോ. എല്ലാരെയും വിളിച്ചോ. ഇത് ക്ലീറ്റോയുടെ വെല്ലുവിളിയാണ്. എങ്കിൽ നടത്തി കാണിക്കടാ. അങ്ങനെ തന്നെ വേണ്ടത്. അതല്ലേ കാണിക്കോളിയാ, കാണിച്ചു തരാം. നീ വന്ന് പങ്കെടുത്താ മതി. അയ്യോ ഉറപ്പായിട്ടും. നീ എങ്ങാനും അതിന് മുടക്കം വന്ന ക്ലീറ്റോ ഈ ഭൂമിയിൽ ഇല്ലാന്ന് വിചാരിച്ചോ? അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞു കളയരുത്. അങ്ങനെ പറഞ്ഞു കളഞ്ഞാടാ നോക്ക്. എനിക്ക് ആകെ ഒരു പെങ്ങളേ ഉള്ളൂ. എനിക്ക് വേറെ അളിയനെ നോക്കേണ്ടി വരും. പിന്നെ മനസ്സിരിപ്പ് അതാണെന്ന് എനിക്കറിയാലോ. അതിനുള്ള വെള്ളം ഒന്ന് വാങ്ങി വെച്ചോ. ഈ തങ്കം ഉണ്ടല്ലോ അത് ഈ ക്ലീറ്റോയ്ക്ക് ഉള്ളതാ. അപ്പൊ ആ ഭാഗ്യം എനിക്കില്ല. ആ ഭാഗ്യം നിനക്ക് ഉണ്ടാവൂല. ക്ലീറ്റോ അതിവിടെ ആഘോഷിച്ച് കാണിച്ചു തരും. നിനക്കുള്ള മറുപടി ഉണ്ടല്ലോ. ക്രിസ്മസ് കഴിയട്ടെ, ആഘോഷം കഴിഞ്ഞിട്ട് ഞാൻ തരുന്നതാണ്. രാവിലെ ഇവിടെ നിന്നാലേ ശരിയാവൂല. മതി. അപ്പൊ എക്സസൈസ് നിർത്തിയാ? നിന്റെ കുരുട്ടിനൊക്കെ ഇത്രയും ബുദ്ധി മതി എനിക്ക്. മതിയല്ലേ? കർത്താവ് ഒരു സ്വസ്ഥതയില്ലാത്തൊരു വീട് തന്നെ. ഒരു കാര്യവും ചെയ്യാൻ അതെ ക്ലീറ്റോടെ നിന്നേ. വെല്ലുവിളിയൊക്കെ ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. ഇനി കാശ് എവിടെ നിന്ന് ഉണ്ടാക്കാതും കൂടി എന്ന് പറഞ്ഞേ. വെല്ലുവിളിച്ചത് ഞാനല്ലേ? അതെ, കാശ് ഉണ്ടാക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം. അത് ഞാൻ ഉണ്ടാക്കും. ഉണ്ടാക്കി ഇത്രയും വരെ ആയല്ലോ. എനിക്ക് ഉറപ്പാ ഇത് എന്റെ തലയിൽ തന്നെ വന്ന് വീഴും.
എൻ്റെ കർത്താവേ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ ഉടനെ അതിനെ ഇടം കോലിട്ട് നിന്നോളൂ നീ. എനിക്കൊന്ന് ആലോചിക്കാനുള്ളൊരു സമയം എന്താ? ഞാനൊന്ന് ആലോചിച്ചോട്ടെ എങ്ങനെ ബുദ്ധിപൂർവ്വം കാശുണ്ടാക്കാന്ന്. ബുദ്ധിയോ? ചിരിക്കല്ലേ ചിരിക്കല്ലേ, നിന്റെ വളിച്ച ചിരി, നിന്റെ ഈ പിന്തിരിപ്പ സ്വഭാവം ഉണ്ടല്ലോ, അതിനാണ് എല്ലാം ഇതുവരെ എങ്ങും എത്താൻ പറ്റാത്ത എന്നാ പറ, കാശ് എവിടെന്നാ നിങ്ങൾക്ക്? അവനവന്റെ കഴിവിനനുസരിച്ചല്ലേ ക്ലീറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. എനിക്ക് ഇച്ചിരി കാശ് വരാനുണ്ട്, അതെനിക്കറിയാം, അത് വരും. കൊറേ നാളായി വരാൻ തുടങ്ങിയിട്ട് ഇനി ആ കാശ് വരൂല. അത് റോട്ടിൽ അവിടെ നിന്ന് പോയി ആ കാശ്. പിന്നെ കല്യാണം കഴിച്ച നാള് മുതൽ കേൾക്കണ കാശ് വരാനുണ്ട്, കാശ് വരാനുണ്ട്. എവിടെന്ന്? ഞങ്ങള് പൊതുപ്രവർത്തകരാകുമ്പോൾ സർക്കാർ വഴിയുള്ള കാര്യങ്ങളിൽ പല രീതിയിലും ഫണ്ടുകൾ വരാനുണ്ട്. അതൊക്കെ വരാൻ അതിൻ്റെ സമയമെടുക്കും, അത് ഇച്ചിരി വൈകും. അതിന് മുന്നേ ആരെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീ ഈ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കടം മേടിക്കണതല്ലേ, കിട്ടൂല, ഒരാളും തരില്ല. പിന്നെ ക്ലീറ്റോ ചോദിച്ചാൽ കടം തരാൻ ഇപ്പൊ ഇത് എന്തിന്റെ ആവശ്യമായിരുന്നു? അവര് രണ്ട് മൂന്ന് പേരും ഉണ്ട്, നമ്മളും ഉണ്ട്. അത്യാവശ്യമാണ് ഈ ക്ലീറ്റോനെ ആരെങ്കിലും വിളിക്കാൻ. നമുക്ക് ഇവിടെ നമ്മുടെ വീട്ടില് ചെറുതായിട്ട് ആഘോഷിച്ചാൽ മതിയായിരുന്നില്ലേ? അയ്യോ എടി, ആഘോഷം എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ആഘോഷമായിരിക്കണം. അതിപ്പോ ഒരാളും രണ്ടുപേർക്ക് ഉണ്ടാക്കണത് ഒരു 10 പേർക്ക് ഉണ്ടാക്കണത് ഒക്കെ ഒരുപോലെ തന്നെ. 2 പേരുടെ അരി കൊണ്ട് 10 പേർക്ക് കഴിക്കാൻ പറ്റുമോ മനുഷ്യ? 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിച്ച കർത്താവിന്റെ അനുയായികളാണ് ഞങ്ങള്. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം. എന്താ ക്ലീറ്റോ ഇങ്ങനെ വിടുവായിത്തരം തന്നെ പറയണത്? നിങ്ങൾ എന്താ ഇവിടെ നടത്തിയിട്ടുള്ളത്? ഇവിടെ എന്താ നടക്കാതിരുന്നിട്ടുള്ളത്? ഇവിടെ ഇതുവരെ നടന്ന ആഘോഷങ്ങളൊക്കെ അന്തസ്സായിട്ട് തന്നെ നടന്നിട്ടുള്ളത്. എങ്ങനെയായാലും അത് നടന്നിട്ടുണ്ടല്ലോ. നടന്നിട്ടുണ്ട്. നിങ്ങൾ രാവിലെ എല്ലാ ദിവസവും പണിക്ക് പോകണ്ടല്ലോ, എന്നിട്ട് അവിടുന്ന് എല്ലാ ദിവസവും 1000 രൂപ ഇത് എന്റെ കൈ കൊണ്ട് തരുന്നുണ്ട്. ഞാൻ ഈ സാധനം ചവിട്ടില്ലെങ്കിൽ എങ്ങനെ നടക്കും? അതെ, നീ ചവിട്ടാതിരിക്കുക. ഇതിപ്പോ ഞാനാണ് വാക്ക് കൊടുത്തേക്കണം, അത് പാലിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കറിയാതെ എങ്ങനെ ചെയ്യണം. ഒരു വെറുതെ ഒരു പെറ്റല്ലേ, അത് അങ്ങ് കണ്ടില്ല എന്ന് വെച്ചാൽ മതി. നമുക്ക് 3-5 പേർക്ക് കൂടി ഇവിടെ അങ്ങനെയൊക്കെ കണ്ടില്ല എന്ന് വെക്കാനേ മൂക്കിന് താഴെ ഈ മീശ എന്ന് പറയുന്ന ഒരു സാധനം ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇപ്പൊ അതാണ് ഇത്ര വലിയ പ്രശ്നമെങ്കിൽ നമുക്ക് അതങ്ങ് വടിച്ചു കളയാൻ ക്ലീറ്റോ. എന്നാലും ഇത്രയും ചെലവ് വരില്ലല്ലോ. ഓടിയോളൂ. ഇങ്ങനെ ഒരു ഭാര്യ എന്തിനാണ് നീ ആ നടരാജനെ കണ്ടുപിടിക്കും. അവന്റെ ഭാര്യ ഉണ്ടല്ലോ, എന്ത് കാര്യം ഉണ്ടെങ്കിലും കൂടെ നിൽക്കും. അങ്ങനെ ഉള്ളതാണ് യഥാർത്ഥ ഭാര്യ. ഒരു കാര്യം ചെയ്യാം, നടരാജന്റെ ഭാര്യനെ കുറച്ച് ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിക്കും. എനിക്ക് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ പറ്റും. അയ്യോ, നിന്റെ കൂടുതൽ വിളിച്ച തമാശയൊക്കെ എനിക്ക് സമയമില്ല. ഇതിപ്പോ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം കേട്ടാ. ഞാനല്ലേ വാക്ക് കൊടുത്തത്, ഇത് ആഘോഷം ഗംഭീരമായിട്ട് പറഞ്ഞ പോലെ ഞാൻ നടത്തും. അറിയാത്ത പിള്ള ചൊറിയും പറയും. അങ്ങനെ വരുമ്പോഴേ ഞാൻ കുത്തിരുന്ന് ചൊറിഞ്ഞോളാം, നിന്റെ സഹായം വേണ്ട. ക്ലീറ്റോ, ഞാൻ പറയണ കേക്ക് ക്ലീറ്റോ. ഒന്ന് ഇത് വായിക്കുന്നേ ക്ലീറ്റോ. ഇനി അത് നടന്നില്ല എന്ന് പറഞ്ഞ എന്റെ അടുത്തോട്ട് വന്ന 10ന്റെ പൈസ ഇല്ലാട്ടോ എന്റെ കയ്യില്. പറയാ, നീ വാ ഇങ്ങോട്ട്. നീ ഓരോ തവണ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരും. ഇപ്പൊ എന്തോ നിന്റെ പ്രശ്നം? സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കനകനും ഞാനുമായിട്ട് 1-2 പറഞ്ഞു നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷത്തിനെ കുറിച്ച്. അപ്പൊ അവൻ എന്നെ ഒരുപാട് അങ്ങ് കൊച്ചാക്കി. എന്റെ ഭാര്യയുടെയും എന്റെ കുടുംബത്തിനും മുമ്പ് വെച്ച് എന്നെ മോശക്കാരനാക്കിയാൽ എനിക്ക് സഹിക്കില്ലല്ലോ. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഒരു വെല്ലുവിളി കൊടുത്തിട്ടാ വന്ന, ഈ ക്രിസ്മസ് ക്ലീറ്റസിന്റെ ചെലവിൽ ആഘോഷിക്കൂ. അപ്പൊ അതിന് ഞാൻ പറഞ്ഞില്ല, ഇനി അതിൽ നിന്ന് ഞാൻ പിന്മാറാനില്ല. അപ്പൊ എനിക്ക് എന്ത് വില കൊടുത്ത് ആ ക്രിസ്മസ് ആഘോഷം നടത്തണം. അപ്പൊ അതിനായിട്ട് ഒരു ഇച്ചിരി പൈസ എനിക്കൊന്ന് മറിക്കണേ. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. നിന്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ആവാത്ത കാര്യങ്ങൾ കയറി ഏക്കരുത്. നീ വെല്ലൊക്കെ വെല്ലുവിളിക്കേണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ? നീ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ട്, പ്രത്യേകിച്ച് ക്രിസ്മസ്, ആ ഓണത്തിന് അവൻ പൈസ ചിലവാക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്കൊക്കെ പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ആകെ ഒരു ഇതായിപ്പോയി. നമ്മളാണല്ലേ, മുഖത്തൊരു മീശ ഉണ്ടായിപ്പോയില്ലടാ. പ്രശ്നം പൈസയാണ്. അപ്പം എനിക്കൊരു 20,000 രൂപ എങ്ങനെയാലും മറിച്ച് തന്നേ പറ്റും. നീ ക്ലീറ്റസിനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, നാട്ടിലെ പ്രമുഖ നേതാവല്ലേ, അറിയാം. എന്താണ് പിന്നെ വിശേഷം? സുരേഷ്, ഞാൻ വന്നത് വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ക്ലീറ്റസിന്റെ ആലിയന്റെ ഒരു ഓപ്പറേഷൻ കേസായിട്ട് ഒരു 20,000 രൂപ അത്യാവശ്യം നീ സംഘടിപ്പിച്ചാൽ ഫൈൽസിന്റെ ഒരു ഓപ്പറേഷൻ ഉണ്ട് അളിയൻ. പെട്ടെന്നൊന്ന് ടൈറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ അടുത്ത് ചോദിക്കണ കൂട്ടത്തിലല്ല, അവനറിയാം. 20,000 അല്ലേ? 20,000 രൂപ. ഇന്നൊക്കിപ്പോ എന്തായാലും എനിക്ക് എളുപ്പമല്ല. 2 ദിവസം കഴിഞ്ഞിട്ട് മതിയാവോ? മതി 2 ദിവസം കഴിഞ്ഞ് മതി. ഞാൻ ഉറപ്പല്ല പറയുന്നത്, എങ്കിലും ഞാൻ ട്രൈ ചെയ്യാം. ഒരു കാര്യം ചെയ്യാൻ സാറേ, എടാ ഒരു അക്കൗണ്ട് നമ്പർ അയച്ചാൽ. സുരേഷ്, നീ അങ്ങനെ പറഞ്ഞാൽ പോരാ, നീ അത് നടത്തി തരണം. വളരെ അത്യാവശ്യമായ ഒരു കേസായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ നേരിട്ട് വരില്ലെന്ന് നിനക്കറിയാമേ. ഓക്കെ, തീർച്ചയായും. അപ്പൊ ഞാൻ അക്കൗണ്ട് നമ്പർ അയച്ചേക്കാം. നമുക്ക് ഒരു 10 ദിവസം കഴിഞ്ഞാൽ തിരിച്ചെടുക്കാം. അപ്പൊ ഞാൻ അക്കൗണ്ട് നമ്പർ അയച്ചേക്കാം. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, നീ ട്രൈ ചെയ്യണം. നീ ഉപേക്ഷ വിചാരിക്കരുത്, ചെയ്തു തരണം.
എവിടെ പോയി കിടന്നു? ആണുങ്ങളായ ഉണ്ണി പറഞ്ഞ വാക്കിനൊരു വില വേണം. അക്കൗണ്ട് ഇടാന്ന് പറഞ്ഞ വിളിച്ചാ ഫോണ് കിട്ടുകയില്ല. ഓ പറയിപ്പിക്കാനായിട്ടാണ്. നടക്കൂല അല്ലേ? നടക്കൂല അല്ലേ? ഓടും ഓടും. ഓടുന്ന ഞാൻ കാണണ്ടല്ലോ. നിനക്കിപ്പോ എന്താ വേണം? എനിക്കൊന്നും വേണ്ട, എനിക്കല്ലോ വേണ്ടത്. ഫോൺ എടുക്കണില്ലല്ലോ. എന്താ ആവശ്യമില്ല. ഞാൻ ഒന്നാമത് എനിക്ക് തന്നെ എന്നെ ഇഷ്ടപ്പെടാതെ നിൽക്കണം. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഞാൻ നല്ല മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയതാ. വേണ്ട മോനെ, വേണ്ട മോനെ, വേണ്ട മോനെ. അപ്പൊ എന്നെ തിന്നാൻ വന്നില്ലേ? വേണോ വേണ്ടെന്ന് ഞാൻ ആലോചിച്ചോളാം കേട്ടാ. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നീ പങ്കെടുക്കുക, ഇല്ലെങ്കിൽ നിനക്ക് വേണ്ടെന്ന് വെക്കുക. എനിക്ക് പങ്കെടുക്കണം. ഞാൻ ക്രിസ്മസ് നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നാട്ടുകാരെ മുഴുവൻ വിളിക്കണ്ടല്ലോ നമ്മള്. അതെ, ആഘോഷത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയാതെ ആഘോഷിക്കാൻ. ആ വാക്ക് കൊടുത്ത ദിവസം എന്നാ? നാളെയാ. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ബോധമില്ലാതെ നിൽക്കും. എന്നിട്ട് എന്തിനാ വരികിനെ പോലെ നടക്കണ? എന്തിനാ? കണ്ടാ നീ കളിക്കരുത് കേട്ടാ. മനുഷ്യന് മുള്ളിൽ നിൽക്കുമ്പോ അതിന്റെ രീതിക്ക് നീ സംസാരിക്കണം. ക്ലീറ്റോന് ഇതിന് വല്ല ആവശ്യം ഉണ്ടായോ? ആവശ്യമുള്ള കാര്യമാണോ അത്? ഇത് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഒരു ആഘോഷം എന്ന് പറയുന്നത് അത് കുഴപ്പമൊന്നുമില്ലാത്ത കാര്യം തന്നെയാണ്. അത് ആഘോഷിക്കും. ആഘോഷിക്കും. എങ്ങനെ ആഘോഷിക്കും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ കയ്യിൽ 10ന്റെ പൈസ ഇല്ലാകെ ഉള്ളത് ഈ നൂലാണ്. അത് ഞാൻ ഊരി തരില്ല. അതെ, നിന്റെയോ നിന്റെ വീട്ടിലെയോ ഒരു മനുഷ്യന്റെ സഹായം എനിക്ക് വേണ്ടി ഇല്ലാതെ ഞാൻ ആഘോഷിച്ച് കാണിച്ചു തരാം. എങ്ങനെ? ഒന്ന് കാണിച്ചു തരുമോ? നിങ്ങൾക്ക് ഈ വാക്ക് പറയാൻ മാത്രമല്ലേ പറ്റുള്ളൂ. ഇത് മുൻകൂട്ടി കണ്ടിട്ടല്ലേ ഞാനൊന്ന് പറഞ്ഞത് ഇത് വേണ്ട, ഇത് വേണ്ട ക്ലീറ്റോന്ന്. സമ്മതിച്ചോ? പൈസ ഒരുത്തൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ തരും. നിങ്ങൾ ചോദിച്ചാൽ ലോകത്ത് ഒരാളും പൈസ തരില്ല. കാരണം മേടിച്ചവർക്കൊന്നും തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അത് ഞാൻ കൊടുത്തോ ഇല്ലെന്ന് നിനക്കറിയില്ലല്ലോ. അത് ഇത് ഇപ്പൊ എനിക്ക് ഞാൻ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തും. ഞാൻ അത് എനിക്കറിയാം നടത്താൻ. എങ്ങനെ നടത്തിയാ നിനക്കെന്താ? എങ്ങനെ നടത്തും? എങ്ങനെയാണ് ഞാൻ നടത്തി കാണിച്ചു തരും. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. നാട്ടുകാർ കേക്കട്ടെ. നാണുണ്ടോ നിങ്ങൾക്ക്? എന്തിനാ കാണിക്കണേ? എന്താ കാണിക്കേണ്ട കാര്യം എന്താ? വലിയ രക്ഷപ്രഭുവിന്റെ മോനല്ലേ നാട്ടുകാരെ വിളിച്ച് സദ്യ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. സൗകര്യം ഉണ്ടെങ്കിൽ നീ നാളെ പങ്കെടുത്താൽ മതി. അല്ലാതെ എനിക്കത്ര നിർബന്ധമൊന്നുമില്ല ഇതിൽ പങ്കെടുക്കണമെന്ന്. ഞാനിവിടെ ആഘോഷം നടക്കും. അത് ക്ലീൻ ആണ് പറയുന്നത്. തന്നെ നടക്കൂല. അതിന് പൈസ വേണം. പൈസ ഞാൻ ഇല്ലെങ്കിൽ വെടയിലും പോയി മോഷ്ടിക്കും. എന്നാ നിനക്കൊല്ല കുഴപ്പമുണ്ടോ? അവരെ കാര്യം പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. റബ്ബർ ഷീറ്റ് എന്താ ഞങ്ങളിവിടെ കള്ളനും പോലീസും കളിക്കുമല്ലോ. അത് മനസ്സിലായി. എന്താ വിഷയം? എന്ത് വിഷയം? എന്ത് വിഷയം? അല്ല, എന്താ ഭയങ്കര ബഹളം കേട്ടല്ലോ. ഒരു വീടാകുമ്പോ ഇച്ചിരി ബഹളമൊക്കെ കേട്ടെന്നിരിക്കും. അല്ല, രാവിലെ ഭാര്യയ്ക്കും ഭർത്താവിന് വേറൊരു പണിയില്ല. അടുത്ത വീട്ടിൽ എന്ത് ബഹളം കേൾക്കുന്നു, എന്ത് നടക്കുന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ നമ്മളെല്ലാം നോക്കണ്ടേ? അല്ലെ, നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ബഹളം കേൾക്കുമ്പോ ഞങ്ങളാരും അത് നോക്കാറില്ലല്ലോ. ഞങ്ങൾ ഇങ്ങനെ ബഹളമൊന്നും വെക്കാറില്ലല്ലോ. എന്തോ നിങ്ങള് ബഹളം വെക്കാറില്ലല്ലേ? നല്ല ജോഡികള്. എടാ, കയ്യിൽ പൈസ ഇല്ലാതെ ആവുമ്പോ ആളുകൾക്ക് പ്രാന്താവോ? പൈസ എല്ലാം നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, അതല്ലേ വിഷയം. എന്റെ കയ്യിൽ പൈസ ഉണ്ടാവോ ഇല്ലാവോ അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. അപ്പൊ നിന്നോട് ഞാൻ പൈസ ചോദിച്ചോ? ഇല്ലല്ലോ. ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാം. അയ്യോ, നീ പലിശ ഒന്നും തരണ്ട. എനിക്ക് വേണ്ടെങ്കിലോ? എടാ, നീ അങ്ങ് നടത്തിയാ മതി. ക്രിസ്മസ് ഗംഭീരമായിട്ട് നടത്തണം. അതിന് കയ്യിൽ പൈസ ഇല്ല, ഇതല്ലേ വിഷയം. ഞാൻ തരാം പൈസ. അളിയൻ തന്ന വാഗ്ദാനം ഉണ്ടല്ലോ, അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് വേണ്ട നിനക്കൊന്നും തരാൻ പറ്റുമോ? എന്താണത്? ഇച്ചിരി മനസമാധാനം വേണം. അത് തരാൻ പറ്റുമോ? അത് ഒരിക്കലും തരാൻ പറ്റില്ല. അതിന് സ്വയം വിചാരിക്കണം. മനുഷ്യനെ ചൊറയുടെ രീതി കളിക്കരുത് കേട്ടോ. രാവിലെ നിനക്ക് പൈസ വേണമെങ്കിൽ ഞാൻ തരാം. എനിക്ക് നിന്റെ പൈസ വേണ്ടടാ. നിന്റെ പൈസ ഇല്ലാതെ എനിക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ എനിക്കറിയാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ആഘോഷിക്കുന്നു. നീ എങ്ങനെ ആഘോഷിക്കും? എങ്ങനെയല്ല നമുക്ക് കാണാമല്ലോ. അവസാനം ഞാൻ തന്നെ ജയിക്കേണ്ടി വരും. എനിക്ക് ജയിക്കാൻ താല്പര്യമില്ലടാ. നിന്റെയോ നിന്റെ കുടുംബത്തിന്റെയോ ന്യായ പൈസ എനിക്ക് വേണ്ട. ക്ലീറ്റോയാണ് ഈ പറയുന്നത്. വെറുതെ വാശി പിടിക്കല്ലേ ക്ലീറ്റോ ചേട്ടാ. ആവശ്യമില്ലാതെ ആണുങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇടപെടരുത്. പൈസ രാവിലെ ഒന്ന് ഇറങ്ങിക്കണം. ഞാനേ ഇനി ഇവിടെ നിന്നാൽ ശരിയാവൂല. എനിക്ക് എന്നെ തന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ പോയി. എന്താ എന്ത് വിഷയം? ഒരു വിഷയമില്ലേ? ഒരു വിഷയമില്ല. ഒരു വിഷയമില്ലാന്ന്. പിന്നെ എന്തായിരുന്നു വഴക്ക്? ഞങ്ങൾ വർത്താനം പറഞ്ഞതാ. വർത്താനം പറയാ? അയ്യോ, ഭയങ്കര ഉള്ളത്. ഞങ്ങൾ പല രീതിയിലും വർത്താനം പറയാറുണ്ട്. ആണോ? നടക്കൂല. നീ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ വർക്കൗട്ട് ആവൂല. ഞാൻ എന്താ ഉദ്ദേശിച്ചത്? പാഷാണത്തി കൃമി. എന്ത്? അതല്ലേ ഇവിടെ ഒരു പണിയില്ലാതെ വന്നിരിക്കണേ. മോനെ, നിന്റെ പൈസ ഞങ്ങൾക്ക് വേണ്ട. ക്ലീറ്റോ ഒരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് നടത്താൻ ക്ലീറ്റോനെ അറിയാം. നടത്തട്ടടി.
നീ ഒന്ന് സമാധാനപ്പെടും. ഞാൻ എങ്ങനെയാടാ സമാധാനമായിട്ട് നിൽക്കണേ? ക്രിസ്മസ് ആഘോഷം നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ പിന്നെ ജീവിച്ചിരിക്കൂല. ഞാൻ അത്രയ്ക്ക് വെല്ലുവിളിച്ച് എങ്ങനെ കാര്യം അവരെയൊക്കെ മൂത്ത് നോക്കും. എടേ സുരേഷ് പൈസ തരാമെന്ന് പറഞ്ഞല്ലേ, അവൻ പൈസ തരും. എടാ തരാന്ന് പറഞ്ഞ അവൻ ഇന്നലെയല്ലേ പൈസ അക്കൗണ്ടിൽ ഇട്ടുതരാന്ന് പറഞ്ഞു. ഇത്ര സമയമായിട്ട് പൈസ വന്നിട്ടില്ല അക്കൗണ്ടിൽ. അവനെ വിളിച്ച ഫോൺ എടുക്കണമില്ല. എന്തോ ചെയ്യും? ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നീ ഒന്ന് സമാധാനപ്പെട്ടെ. അവന്റെ വേറെ നമ്പർ എൻ്റെ അടുത്തുണ്ട്. നിന്റെ കൂട്ടുകാരനാണെന്ന് അപ്പോഴേ എനിക്ക് തോന്നി നിന്നെ പോലെ തന്നെ ഇത് നടക്കൂല. ഞാൻ ഇനി എന്ത് ചെയ്യുവാൻ സാറേ? നീ എനിക്ക് എങ്ങനെയാലും പൈസ മറിച്ച് തന്നേ പറ്റുള്ളൂ. കാര്യം ഞാൻ പറയാം. ആ നമ്പർ സ്വിച്ച് ഓഫ്. ഇത് തന്നെയാണ് ഞാൻ നിന്നോട് മലയാളത്തിൽ പറഞ്ഞത്. ഞാൻ ഇന്നലെ വിളിക്കുകയാണ്. നിന്റെ കൂട്ടുകാരനെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഇത് തന്നെ. എന്ത് പറ്റിയെന്ന് അറിയാമല്ലോ. അല്ലെങ്കിൽ ഫോൺ എടുത്ത് സ്വിച്ച് ഓഫ് ചെയ്യുന്നതല്ലാന്നേ. അത് തന്നെ ഞാൻ പറഞ്ഞേ. അപ്പൊ അവൻ പറ്റിച്ചതാ നിന്നെ പോലെ. നിന്റെ കൂട്ടുകാരനല്ലേ, ഇങ്ങനെയൊക്കെ തന്നെ വരും. നീ എന്താ ക്ലീറ്റസ് ആ വർത്താനം പറഞ്ഞത്? എന്റെ കൂട്ടുകാർ ആരൊക്കെ നിന്നെ സഹായിച്ചിട്ടുണ്ട്? നിനക്ക് എന്റെ സാഹചര്യം അതിനോട് ഇപ്പൊ അതൊന്നും പറഞ്ഞ് നിൽക്കാനുള്ള സമയമല്ല. ഞാനിനി പൈസക്ക് എന്ത് ചെയ്യും? ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യും, ഒരു വകുപ്പുണ്ട് നമുക്ക്. നമുക്ക് ആ സുരേന്ദ്രൻ മുതലാളി ഒന്ന് കണ്ടോളാം. അയാളെ കണ്ട അതൊന്നും നടക്കൂലടാ. എടേ നടക്കൂടെ, നീ ഒന്ന് പോസിറ്റീവായിട്ട് വാ. പഴയത് തന്നെ കുറെ കൊടുക്കാനുണ്ട് അയാൾക്ക്. അതൊന്നും വിഷയമല്ല, ഞാൻ അയാളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ കാശ് മേടിച്ചു തരാം. നീ വാ എന്തായാലും. എന്നെ കണ്ടല്ലോ, കണ്ടിട്ട് ഒരു കാര്യമില്ല. അങ്ങ് സാർ അങ്ങനെ പറയരുത്. ഈ പ്രാവശ്യത്തേക്ക് എങ്ങനെയെങ്കിലും ക്ലീറ്റസിനെ ഒന്ന് സഹായിക്കണം. ആവശ്യമൊന്നുമല്ല, നടക്കത്തില്ല. എന്നെ ഈ കാണുന്ന പോലെ വളരെ ദാരിദ്ര്യമായിപ്പം. ഒന്നാമത്തെ ഈ GST എന്ന് പറയുന്ന സാധനം വന്നേ പിന്നെ പരമദാരിദ്ര്യം. എനിക്കെന്നല്ല, GST കുബേരായിട്ട് എന്തോ ബന്ധം? GST കുബേരയൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഇവിടെ നിന്നിട്ട് കാര്യം ചെല്ലേ. എന്റെ അവസ്ഥ മുതലാളിക്ക് അവസ്ഥയൊക്കെ എനിക്ക് നല്ലോണം അറിയാം. ആദ്യം മേടിച്ച പണം ഇങ്ങോട്ട് തരിക. ഞാൻ അത് കഴിഞ്ഞിട്ടാവാം പിന്നീടുള്ള. ആദ്യം മേടിച്ചതും ഇപ്പം മേടിക്കണം കൂടെ ക്രിസ്മസ് കഴിഞ്ഞ ഒരു 10 ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, നിന്നിട്ട് കാര്യമില്ല, വേഗം വയ്ക്കും. കാര്യം പിടിക്കണ്ട, ഒന്നും പിടിക്കാം, കയ്യും പിടിക്കണ്ട. എനിക്ക് തരാനില്ല. മുതലാളി അങ്ങനെ പറയരുത്. ഈ പ്രാവശ്യത്തൊന്നും സഹായിച്ചേ പറ്റും മുതലാളി. എന്നാ പിന്നെ താനം കൊണ്ട് കൊടുക്കും. മുതലാളി അത് എന്റെ കയ്യിലുണ്ടായിരുന്ന ഞാൻ ക്ലീറ്റസിനെ വിളിച്ചു കൊണ്ട് വരും. എന്റെ കയ്യിലില്ല, ഞാൻ പറഞ്ഞല്ലോ പലവട്ടം. മുതലാളി അത് പറയരുത് മുതലാളി. മുതലാളി അങ്ങനെ പറയരുത്. വളരെ അത്യാവശ്യമാണ്. അവൻ ഈ പ്രാവശ്യം ഒന്ന് സഹായിച്ചേ പറ്റും മുതലാളി. പ്രാവശ്യം അല്ല, സഹായിക്കുന്നില്ല മുതലാളി. വളരെ അത്യാവശ്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ക്രിസ്മസ് ആഘോഷിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. മുതലാളി എന്തെങ്കിലും ഒരു സഹായം ചെയ്തേ. പറഞ്ഞില്ലേ മുതലാളി അങ്ങനെ പറയരുത് പ്ലീസ്. ഞാൻ മുതലാളിയുടെ കാല് പിടിക്കാം മുതലാളി പ്ലീസ്. താൻ ആരാണെന്ന് എന്റെ വിചാരം? താൻ എവിടുത്തെ മുതലാളിയാണോ? തന്നെ ആരാ മുതലാളി എന്ന് വിളിക്കണേ? നീ എന്തൂടെ? ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നീ ചുമ്മാ. തന്റെ നക്കാപ്പിച്ച പൈസ എനിക്ക് വേണ്ടെങ്കിലോ? അടുക്ക സുരേന്ദ്ര, കുറെ നാളായി ഞാൻ നോക്കാണ്. ആർക്കെങ്കിലും ഇത്തപ്പോഴും പൈസ തന്നിട്ട് പിന്നെ മുതലാളി ചോദിച്ച് നടക്കാണ്. തനിക്ക് ദാരിദ്ര്യം അല്ലേ? തന്റെ ദാരിദ്ര്യമൊക്കെ ഞാൻ അവസാനിപ്പിച്ചു തരാം. നിന്റെ പഴയ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നീ ചുമ്മാ. അറിയാമോടാ ഇയാളെ? എടാ ഇളപ്പഴിഞ്ഞ് ചന്തയിൽ ദിവസ കച്ചവടത്തിന് പാവങ്ങൾക്ക് നക്കാപ്പിച്ച് കൊടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോ അത് മുഴുവനോടെ കൊണ്ടുപോകണ അങ്ങനെ വിഴിഞ്ഞാണെങ്കിൽ ഈ മുതലാളിയായത്. അയാളെ ഒരു നെപ്പും നടപ്പും ഞാൻ നോക്കിക്കോ. തന്നെ ഞാൻ ഗോതമ്പുണ്ട തീറ്റിക്കൂടോ? നീ ചുമ്മാ ഒന്ന് അടങ്ങിരി. ഞാൻ എങ്ങനെയെങ്കിലും പൈസ വേണ്ടേ? വേണ്ടടാ, ഇയാളുടെ പൈസ ഇനി വേണ്ടാന്ന്. പിന്നെ എവിടുന്ന് പൈസ? പൈസ കർത്താവ് തന്ന്. നമ്മളെ സുരേഷ് പൈസ ഇട്ട അക്കൗണ്ടില്. സുരേഷ് പൈസ ഇട്ടാ? ഞാൻ പൊക്കോളാം. എന്ത് ചെയ്യും? പോയില്ല താൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? താനെ പോലീസിനെ വിളിക്കുക, ആരെ വിളിക്കുക? തന്നെ ഇപ്പൊ ഞങ്ങൾ അകത്താക്കും. പക്ഷെ അത് വേണ്ട, ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇപ്പൊ സമയമില്ല. ക്രിസ്മസ് കഴിയട്ടെ. ഞാൻ വെച്ചിട്ടുണ്ടോ? കാണിച്ചു തരാം. തന്നെ കാണിച്ചു തരാം. ക്രിസ്മസ് കഴിഞ്ഞിട്ട് ആളെ നമുക്ക് കുബേരയിൽ പൊക്കിക്കണോലെയാ. മുന്നിൽ കണ്ടു
ഓക്കെ ഓക്കെ ശരി മോനെ. ശരി ഏട്ടാ ആടാ, അപ്പൊ അടുത്ത ഓക്കെ ക്രിസ്മസിന് കാണണം. ഓക്കെ, ഓക്കെ, ഓക്കെ. ഞാൻ വിളിക്കുന്നു കേട്ടോ. ഓക്കേ. വിട്ടോ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് മോനെ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഓക്കെ ഓക്കെ ഓക്കേ, സന്തോഷം വന്നതിന് സന്തോഷം. നീ നിക്ക്, നീ പോയില്ല, കാര്യങ്ങളുണ്ട്. നീ കലക്കി നീ എടുക്കണടാ പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ടാ. അയ്യോ, ഞാനിതൊന്നും ചെയ്തില്ലേ. സത്യം പറഞ്ഞാണ്ടല്ലോ, കരോളെന്ന് പറഞ്ഞാൽ ഇതല്ല കരോൾ അല്ലേ? അതൊക്കെ ഞങ്ങളുടെ പാലായില് ആദ്യം കുറച്ച് വചനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കരോളുമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. ഇതിനെ നമ്മളെ പിള്ളേരെ അത്യാവശ്യം പറഞ്ഞുകൊണ്ട് അവൻ വന്ന് ഇത് സഹായിച്ചു. പിന്നെ ഏട്ടാ, ഇവൻ നിൽക്കില്ല, നമ്മളെ അൻസാർ പപ്പാനി. ഭക്ഷണം അടിപൊളി കേട്ടോ. ബീഫ് ഒലത്തിയത്. സത്യം പറയാലോ, ഇത്രയും നല്ലൊരു ക്രിസ്മസ് ആഘോഷം എന്റെ ജീവിതത്തിൽ ഞാൻ ആഘോഷിച്ചു. എല്ലാരും ഭയങ്കര സന്തോഷായി. എല്ലാരും ക്ലീറ്റോനെ കൊറേ കുറ്റം പറഞ്ഞായിരുന്നിട്ടാ. പക്ഷേ ഞാൻ ഈ ആഘോഷത്തിൽ സംതൃപ്തനല്ല. ഇതൊന്നും അല്ല മോളെ. അടുത്ത ക്രിസ്മസിന് നോക്കിയോ, പാലാ സ്റ്റൈലിൽ ഒരു ആഘോഷം ഞാൻ ഇവിടെ നടത്തും. വിളിക്കൂടെ ബാസിലേ? ഇവിടെ ഉള്ളവരൊക്കെ ക്ലീറ്റോനെ കൊറേ കുറ്റപ്പെടുത്തിയാലും വന്നവരൊക്കെ നല്ലോണം പുകഴ്ത്തി സന്തോഷിച്ചാ പോയെ. അയ്യോ, ക്ലീറ്റോയ്ക്ക് അങ്ങനെ ആരുടെയും പുകഴ്ത്തലിന്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ ഉള്ള ചിലവന്മാരെ എനിക്കൊരു വെല്ലുവിളിച്ചതിന് അതിനൊരു പ്രതികാരം ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്ത്. ക്ലീറ്റോയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പം പലർക്കും ബോധ്യപ്പെട്ടല്ലോ. ആ, അത്ര അറിഞ്ഞാൽ മതി. ഭർത്തന്മാർ എന്താ പറഞ്ഞേ, പൈസ ഉണ്ട് പക്ഷെ ഞാൻ തരില്ലാന്ന്. നമ്മളിതുപോലെ കഴിച്ചു കണക്കൊന്നും പറയാൻ നിൽക്കില്ല. നല്ലൊരു ദിവസമായിട്ടെങ്കിലും വെല്ലുവിളിക്കല്ലടാ ക്ലീറ്റസേ. ഞാൻ വെല്ലുവിളിച്ചല്ലേ, എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എന്തായാലും ആഘോഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ക്ലീറ്റോ വിചാരിച്ചാ ഇങ്ങനെ ഒരു ആഘോഷം നടത്താൻ പറ്റുമെന്ന് ഇവിടെ ചിലർക്കൊക്കെ ബോധ്യമായല്ലോ. അത്രേ അറിഞ്ഞാ മതി. ഇരിക്കേ. അയ്യോ, എനിക്ക് ബോധ്യപ്പെട്ടല്ലയാ. നിനക്ക് ബോധ്യപ്പെട്ടല്ലോ. ഇനി ആർക്ക് ബോധ്യപ്പെട്ടില്ലല്ലേ എനിക്ക് ഒരു അതാരാ? അല്ല, വന്നാലും പ്രശ്നമില്ല. ആവശ്യമുള്ള ഭക്ഷണം ഇരിപ്പുണ്ടോ? പോരട്ടെ സോണിയ, പോരട്ടെ. സുരേഷേ, വെൽക്കം ഡിയർ സുരേഷ്. അയ്യോ, നീ ഇപ്പഴാണ് പറഞ്ഞത്. സുരേഷ, നീ എന്റെ ദൈവമാണ്, എന്റെ ദൈവം. നീ എന്നെ സഹായിച്ചില്ലെങ്കിലുണ്ടല്ലോ, ഇവിടെ മുമ്പിൽ എന്റെ മാനം പോനടാ. നീ എന്റെ എല്ലാം. യു ആർ മൈ ബ്രദർ. എല്ലാമാണ് നീ എനിക്ക്. എടാ ക്ലീറ്റസേ, കളിയാക്കല്ലേ ക്ലീറ്റസേ. ഞാൻ പൈസ ഇടാൻ പറ്റില്ല ക്ലീറ്റസേ. എനിക്ക് ഞാൻ അച്ഛൻ ഹോസ്പിറ്റലായി പോയി. ഞാൻ നാട്ടിൽ പോയിക്കായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സിമ്മും ബ്ലോക്കായി പോയി. അല്ലെങ്കിൽ ഞാൻ വിളിച്ചു ഞാൻ ഇപ്പോൾ വന്നോളൂ. ഞാൻ പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. നീ എന്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടില്ലേ? ഇല്ല. പിന്നെ എന്റെ അക്കൗണ്ടിൽ വന്ന പൈസ അതാരാ? എന്ത്? പൈസ ചോദിക്കില്ല. Alien versus Alien.